തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഒരു വൈദികനും 4 സെമിനാരിക്കാരും കൂടെ സായാഹ്നത്തിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവർ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ അവരുടെ ക്യാബിനിൽ തന്നെ ഒരു കുടുംബം കൂടിയുണ്ട്. രാത്രിയിൽ ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് അവർ കയറിയതാണ്. ഭാര്യയും ഭർത്താവും 3-4 വയസ്സുള്ള ഒരു കുഞ്ഞും. പ്രഭാതത്തിൽ ഒത്തിരി വൈകിയാണ് അവർ എഴുന്നേറ്റത്. കുഞ്ഞിനെ ഉണർത്തി പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു കൊണ്ടുവന്ന് സീറ്റിലിരുത്തി കുഞ്ഞിന് മുമ്പിൽ പ്രഭാത ഭക്ഷണം അവർ വിളമ്പി. പ്രഭാത ഭക്ഷണം വിളമ്പിയതും ആ പെൺകുട്ടി പെട്ടെന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥന നിരതയായി ഇരുന്നു. അതിനുശേഷം കുരിശു വരച്ച് അവൾ പ്രാർത്ഥന അവസാനിപ്പിച്ച് അവളുടെ മുമ്പിൽ വിളമ്പിയ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണെന്ന് തിരിച്ചറിഞ്ഞ ആ വൈദികൻ അവരോട് കുശലാന്വേഷണം നടത്തി. നീണ്ട 30 വർഷം കഴിഞ്ഞിട്ടും ഇന്നും വളരെ ഊഷ്മളതയുള്ള സൗഹൃദ ബന്ധം ആ കുടുംബവുമായി പുലർത്തുന്നുവെന്ന് മിഷണറിമാരെക്കുറിച്ചുള്ള മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ടോക്കിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന മിഷണറിയായ മേനാമ്പറമ്പിൽ പിതാവ് പങ്കുവച്ചത് ഓർക്കുന്നു. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ആ കൊച്ചു പെൺകുട്ടി ഒരു മിഷൻ പ്രദേശത്ത് ഒരു കന്യാസ്ത്രീയായി സേവനം ചെയ്യുകയാണ്. അന്ന് ആ പ്രഭാതത്തിൽ തൻ്റെ മുൻപിൽ വിളമ്പിയ പ്രഭാത ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ച് കുരിശു വരച്ചപ്പോൾ അവൾ അവളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുകയായിരുന്നു. എന്നിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാൻ ഇടയാകട്ടെ. പ്രകാശം വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കുന്നില്ല. അത് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. എല്ലാവർക്കും പ്രകാശം ലഭിക്കാൻ എന്നിലും നിങ്ങളിലുമുള്ള ക്രിസ്തു പ്രകാശം അനേകർക്ക് പ്രകാശമാകട്ടെ. എൻ്റെ സഹോദരങ്ങളും എൻ്റെ സഹപാഠികളും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരും ഈ ക്രിസ്തു പ്രകാശത്തെ അനുഭവിക്കുവാൻ ഇടവരട്ടെ. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സാക്ഷ്യത്തിലൂടെ. നന്ദി.